ലുങ്കിയും മടക്കി കുത്തി തോർത്തും തോളയിലിട്ട് ഒരു ജഡ്ജി കോടതിയിൽ പോവുകയല്ല. ജഡ്ജിക്ക് ഒരു വസ്ത്രധാരണം. കർത്താവിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വേഷത്തിൽ അവിടെയും പ്രത്യേകത വേണം. ഇന്ന് സമൂഹത്തിൽ ഒരു പ്രശ്നത്തിൻ്റെ കാരണം സ്ത്രീകളുടെ മോശമായ വസ്ത്രധാരണമാണ്. അത് അവൻ്റെ കുഴപ്പമാണ്. അവൻ്റെ ടാപ്പ് ടൈറ്റൻ ചെയ്യാൻ അവൻ പഠിക്കണം. മദർ തെരേസയ്ക്ക് ഫാഷൻ ഡിസൈൻ സാരിയില്ല, ഒരു ഓയിൽ സാരി കൊടുത്തു. ചുളിവ് വീണ മുഖം, പക്ഷെ ആദരവോടെ ജനം കൈകൂപ്പി. ഈ ഒരു ചിന്ത വെറുതെ മനസ്സിൽ ഒന്ന് വെച്ചാൽ സമൂഹത്തിലെ ഒരുപാട് തിന്മകളെ മറികടക്കാൻ പറ്റും. സ്നേഹമുള്ളവർ, ഓരോ സ്ഥലത്തിനും അതിൻ്റെ പ്രത്യേകതയുണ്ട്, ഓരോ അന്തരീക്ഷത്തിനും അതിൻ്റെ പവിത്രതയുമുണ്ട് ജീവിതത്തിൽ. ഉദാഹരണം, ലുങ്കിയും മടക്കി കുത്തി തോർത്തും തോളയിലിട്ട് ഒരു ജഡ്ജി കോടതിയിൽ പോവുകയല്ല. ജഡ്ജിക്ക് ഒരു വസ്ത്രധാരണം. ഒരു തോർത്ത് കൊടുത്ത് തൊപ്പിപ്പാളയം വെച്ച് ട്രാഫിക് പോലീസ് നിൽക്കുകയല്ല. പോലീസിന് അവൻ്റെ യൂണിഫോമുണ്ട്. ഒരു സാറ് ക്ലാസ്സിൽ വരുമ്പോൾ ഒരാഢ്യത്വമുണ്ട് വസ്ത്രധാരണത്തിൽ, എല്ലായിടത്തും ഉണ്ട്. അത് സമൂഹത്തിൽ ഒരു കളക്ടറുടെ ഒരു നൊബിലിറ്റിയുണ്ട്. എവിടെയാണ് ഒരു കളക്ടറെ കാണാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ മുണ്ടും മടക്കി കുത്തി അകത്തോട്ട് കയറുമല്ല, ചെരിപ്പൂരി ഇട്ടിട്ട് മുറിയിലേക്ക് കയറും. ലോകത്തിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോഴും ഈ പ്രത്യേകത വേണ്ടേ? ദേവാലയത്തിൽ കർത്താവിൻ്റെ അടുക്ക് ചെല്ലും. കർത്താവിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വേഷത്തിൽ അവിടെയും പ്രത്യേകത വേണം. പള്ളിയിൽ പോകുന്നവർക്ക് വേഷവിധാനത്തിൽ ഒരു പ്രത്യേകത വേണം. ആർക്കും ഏത് വേഷവും ധരിക്കാം, നമുക്കറിയാം. പക്ഷെ എങ്കിലും നമ്മുടേതായൊരു കൾച്ചർ, ഒരു പാരമ്പര്യം നമുക്ക് വേണം. ഒരുപക്ഷെ ഇന്ന് സമൂഹത്തിൽ ഒരു പ്രശ്നത്തിൻ്റെ കാരണം സ്ത്രീകളുടെ മോശമായ വസ്ത്രധാരണമാണ്. അത് ആണുങ്ങൾ അവരെ തന്നെ നിയന്ത്രിക്കേണ്ടതുമുണ്ട്. അത് നമുക്ക് പഴി പറയാനും പറ്റിയല്ല. ഒരാൾ ബേക്കറിയിൽ ചെന്നപ്പോൾ ക്രീം കേക്ക് കണ്ടപ്പോൾ വായിലൂടെ നയാഗര വെള്ളച്ചാട്ടം പോലെ ഉമിനീര് വരുന്നു. അവൻ പറയാം, വൃത്തികേട്ട ബേക്കറിക്കാരൻ കേക്ക് ഉണ്ടാക്കി വെച്ചു, എൻ്റെ വായിലൂടെ വെള്ളം വരുന്ന കണ്ടില്ലേ? അത് അവൻ്റെ കുഴപ്പമാണ്. അവൻ്റെ ടാപ്പ് ടൈറ്റൻ ചെയ്യാൻ അവൻ പഠിക്കണം. ചില പറയും, അവൾ അങ്ങനെ ഒരുങ്ങി ഇങ്ങനെ ഒരുങ്ങി, അതുകൊണ്ടാണ് എനിക്ക് പ്രലോഭനം ഉണ്ടായത്. അതിനകത്ത് ന്യായീകരണമില്ല. അങ്ങനെ പലതും കാണും. എൻ്റെ ലോകത്തിൻ്റെ രീതി ഞാൻ പോകണം. പക്ഷേ വസ്ത്രം ധരിക്കുന്നവരും ഒരു മറുവശം ചിന്തിക്കണം. പ്രലോഭനകാരണമായ വസ്ത്രധാരണങ്ങൾ പരമാവധി ഉപേക്ഷിക്കാൻ പഠിക്കണം. സിനിമാ ലോകത്തൊക്കെ ഉള്ളവർ, പണ്ട് സിനിമാ നടികൾ ഒരുപാട് പേരുണ്ട്. ഒരു സ്ത്രീയെക്കുറിച്ചും ആരോപണം അന്ന് ഉയർന്നിട്ടില്ല. ഇന്നതിനേക്കാൾ എത്രയോ മിടുക്കലും പ്രശസ്തരുമായ ഒരുപാട് സിനിമാ നടികൾ ഒരു പ്രലോഭനമായിട്ടും ഒന്നും കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പം അടുത്ത കാലങ്ങളിൽ ചില കമന്റുകൾ വരുമ്പോൾ പറയുന്നവരും അവരുടെ വസ്ത്രധാരണത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് മീഡിയയിലൊക്കെ ചർച്ചാ വിഷയമാകുന്നുണ്ട്. പക്ഷെ അതുമാത്രം പൊക്കിപ്പിടിക്കുന്നത് ശരിയല്ല. പക്ഷെ ചിന്തിക്കേണ്ടവർ ചിന്തിക്കണം. എൻ്റെ വേഷവിധാനം ആർക്കെങ്കിലും ഉറപ്പാകുന്നെങ്കിൽ അല്പം കൂടെ മോഡസ്റ്റായിട്ട് വേഷം ധരിച്ച് പൊതുസ്ഥലത്ത് ഞാൻ പ്രത്യക്ഷപ്പെടണം. ചില മേക്കപ്പും ഡ്രസ്സും കണ്ടാൽ വശീകരിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരെ പോലെ ചിലക്ക് തെറ്റിദ്ധരിച്ചാൽ അതിന് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. നമ്മളായിരിക്കുന്ന അവസ്ഥ അതിന് ചേർന്ന ഒരു മോഡസ്റ്റായ വസ്ത്രധാരണം അത് തികച്ചും പ്രതീക്ഷിക്കും. അതുകൊണ്ടാണല്ലോ വസ്ത്രത്തിൻ്റെ ആ പ്രത്യേകത ധരിക്കുന്ന ശരീരവുമായി ബന്ധപ്പെട്ട. മദർ തെരേസയ്ക്ക് ഫാഷൻ ഡിസൈൻ സാരിയില്ല, ഒരു ഓയിൽ സാരി കൊടുത്തു. ചുളിവ് വീണ മുഖം, പക്ഷെ ആദരവോടെ ജനം കൈകൂപ്പി. മഹാത്മാഗാന്ധി അർത്ഥനഗ്നനായ ഫക്കീർ, ജനം കൈകൂപ്പി. കാരണം നല്ല വ്യക്തിത്വങ്ങൾ ഏത് വേഷം ധരിച്ചാലും വേഷമല്ല വ്യക്തിത്വമാണ് പ്രധാനപ്പെടും. അതേസമയത്ത് ചിലർ വേഷം ധരിക്കുമ്പോൾ വ്യക്തിത്വം കൂടെ മോശമാണെന്ന് ഒരു ചിന്തയുണ്ടെങ്കിൽ ആ വേഷവിധാനം വിമർശിക്കപ്പെടും. ദേവാലയങ്ങളിൽ കുഞ്ഞുങ്ങളെ അയക്കുന്ന മാതാപിതാക്കൾ മോഡസ്റ്റായി വസ്ത്രം ധരിച്ച് പള്ളിയിൽ പോകുവാൻ കുഞ്ഞുങ്ങളെ കുട്ടിക്കാലം മുതൽ പഠിപ്പിക്കണം, ഒരുക്കണം. എന്തുവേതും വലിച്ചു കുടിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ പള്ളിയിൽ വിട്ടാൽ ആ മക്കൾ വളർന്നു വരുമ്പോൾ ചിന്തിക്കും, എന്തുവേതും മതി,
ചുമ്മാ അതിൽ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സും കൊണ്ട് പള്ളിയിൽ പോകരുത്. പള്ളിയിൽ ഉപയോഗിക്കാനുള്ള ഒരു വസ്ത്രം വേണം. അത് കളിസ്ഥലത്തെ വസ്ത്രമല്ല, അത് സ്കൂൾ യൂണിഫോമല്ല. കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരുക്കത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയുമായ ഒരു വസ്ത്രം. ഈ ഒരു ചിന്ത വെറുതെ മനസ്സിൽ ഒന്ന് വെച്ചാൽ സമൂഹത്തിലെ ഒരുപാട് തിന്മകളെ മറികടക്കാൻ പറ്റും. ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഉറപ്പ് നൽകുന്ന മക്കളാകാതെ നന്മയുടെ മക്കളായി അവ ജീവിക്കാനും പറ്റും. അതിന് പേരൻസ് ചെയ്യുക, കുട്ടികൾ ഒരുങ്ങുക, അച്ചടക്കവുമുള്ള മാന്യമായ വസ്ത്രം ധരിച്ച ഒരു വേഷവിധാനത്തിൻ്റെ ലോകത്തിൽ ജീവിക്കാൻ ശ്രമിക്കാം. അതിന് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.